സംസ്ഥാനത്ത് തെക്കൻ ജില്ലകളിൽ കനത്ത മഴ. തിരുവനന്തപുരം, പത്തനംതിട്ട, ഇടുക്കി, കോട്ടയം ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. രാവിലത്തെ മഴ കൂടി പരിഗണിച്ച ശേഷമാണ് ജില്ലയിൽ ഇന്ന് അവധി പ്രഖ്യാപിച്ചതെന്ന് കളക്ടർ പറഞ്ഞു. യെല്ലോ അലേർട്ട് ആവുമ്പോഴത്തേക്ക് നമുക്ക് പെട്ടെന്നായിട്ട് ഡിക്ലെയർ ചെയ്യാൻ പറ്റില്ല. പക്ഷേ രാവിലെ എണീറ്റ് എല്ലാ താലൂക്കുകളിൽ എങ്ങനെയാണ് സ്ഥിതി, മഴ നിലവിലും കൂടി പെയ്യുന്നുണ്ട്, അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ മാത്രമേ അത് ചെയ്യാൻ പറ്റൂ. അത് രാവിലെ പിന്നീട് നമ്മൾ ബഹുമാനപ്പെട്ട മിനിസ്റ്ററുടെ അടുത്ത് കൂടി സംസാരിച്ചിട്ട് അത് ഡിസിഷൻ എടുത്തിട്ട് 6:25 നമ്മൾ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. കനത്ത മഴയെ തുടർന്ന് മേലാറന്നൂർ ആറന്നൂർ ലൈനിൽ വീടുകളിൽ വെള്ളം കയറി. ആറ്റിങ്ങൽ കോരണിയിൽ കിണറിടിഞ്ഞു താഴ്ന്നു. കാട്ടാക്കടയിലും വീടുകളിൽ വെള്ളം കയറി. മങ്കയം ഇക്കോ ടൂറിസം ഒരറിയിപ്പുണ്ടാകും വരെ അടച്ചു. മഴ മുന്നറിയിപ്പിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തണമെന്ന് മന്ത്രി വി ശിവൻകുട്ടി പ്രതികരിച്ചു. ഇപ്പോൾ യെല്ലോ അലർട്ട് മാറി ഇപ്പോൾ ഓറഞ്ച് അലർട്ടിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതായിട്ടുണ്ട്. കൺട്രോൾ റൂം എന്നുള്ള നിലയിൽ കളക്ടറേറ്റിലും താലൂക്ക് ഓഫീസുകളിലും തിരുവനന്തപുരം കോർപ്പറേഷൻ ഓഫീസുകളിലും കൺട്രോൾ റൂം ആരംഭിച്ചു കഴിഞ്ഞു. ഇത്രയും കാര്യങ്ങളാണ് ഇന്നിപ്പോൾ തീരുമാനിച്ചത്. ഇന്ന് വൈകുന്നേരം PWD ചെയ്ത വർക്കിനെ സംബന്ധിച്ചിടത്തോളം ചെയ്ത ഉത്തരവാദിത്വം നിർവഹിച്ചതിനെ സംബന്ധിച്ചിടത്തോളം ഓൺലൈൻ മീറ്റിംഗ് നടത്താനും തീരുമാനിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം കിഴക്കേക്കോട്ടയിൽ നിന്ന് ദേവൻ MP ചേരുന്നുണ്ട്. ദേവൻ, തെക്കൻ ജില്ലകളിൽ കനത്ത മഴ തുടരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തൊക്കെ ജാഗ്രതാ നിർദ്ദേശങ്ങളാണ് പുറപ്പെടുവിച്ചിട്ടുള്ളത്? മഴ കെടുതി എന്തെങ്കിലും റിപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? എന്താണ് വിശദാംശങ്ങൾ? ഇന്നലെ വൈകുന്നേരം മുതൽ തന്നെ ശക്തമായ മഴയാണ് തിരുവനന്തപുരം ജില്ലയിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലും താരതമ്യേന ചെറിയ രീതിയിലുള്ള മഴ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നലെ വൈകുന്നേരം മുതൽ കനത്ത രീതിയിലുള്ള മഴ ലഭിക്കാൻ തുടങ്ങി. പിന്നീട് ആ മഴ രാത്രിയും തുടരുന്നൊരു സാഹചര്യമാണ് ഉണ്ടായത്. ഇന്ന് രാവിലെയും പുലർച്ചെയും ശക്തമായ മഴ തുടർന്നതോടുകൂടിയാണ് രാവിലെയോടുകൂടി തന്നെ ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കെല്ലാം തന്നെ അവധി പ്രഖ്യാപിച്ചുകൊണ്ട് കളക്ടർ ഉത്തരവ് നൽകിയിട്ടുള്ളതും. ഏതായാലും ഈ തുടർച്ചയായി പെയ്ത മഴയ്ക്ക് ഇപ്പോൾ ഒരു നേരിയ ശമനം ഉണ്ടായിട്ടുണ്ടെന്ന് പറയാൻ കഴിയും. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം കിഴക്കേക്കോട്ടയിലാണ്. ഇവിടെ എല്ലാം രാവിലെ നമ്മൾ ഇവിടെ നിന്നും റിപ്പോർട്ട് ചെയ്യുമ്പോഴുള്ള സമയത്തെല്ലാം ഇവിടെ എല്ലാ റോഡുകളിലെല്ലാം തന്നെ വലിയ രീതിയിലുള്ള വെള്ളക്കെട്ടുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് കോർപ്പറേഷൻ്റെ എല്ലാം അടിയന്തര ഇടപെടൽ ഉണ്ടായതിനു ശേഷം ഈ വെള്ളക്കെട്ട് പരിഹരിക്കാനുള്ള നടപടിക്രമങ്ങളെല്ലാം അവർ ചെയ്തതിനു ശേഷം വെള്ളക്കെട്ടിനൊക്കെ വലിയ രീതിയിലുള്ള ഒരു ശമനം ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല തിരുവനന്തപുരം ജില്ലയുടെ നഗരപ്രദേശങ്ങളിലും ഒപ്പം തന്നെ ഗ്രാമപ്രദേശങ്ങളിലും ഒരുപോലെ തന്നെ മഴ വ്യാപകമായി ലഭിച്ചു എന്ന് തന്നെയാണ് ഈ വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള റിപ്പോർട്ടുകളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ചും കാട്ടാക്കട മേഖലയിലും വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുള്ളതായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ ഏകദേശം 5 വീടുകളിൽ വെള്ളം കയറി ഏകദേശം 20ഓളം കുടുംബാംഗങ്ങൾ അവിടെ നിന്നും വലിയ രീതിയിലുള്ള ദുരിതം അനുഭവിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അവിടെ ഈ റോഡ് പണിയുമായി ബന്ധപ്പെട്ട് കലിങ്ക് അടച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് അവിടെ വീടുകളിലേക്ക് വെള്ളം കയറിയെന്ന് അവർ പറയുന്നുണ്ട്. മാത്രമല്ല വെങ്ങാനൂർ ചാവടി നടയിൽ വലിയ രീതിയിലുള്ള കൃഷിനാശം ഉണ്ടായിട്ടുണ്ട്. ഏകദേശം 15 ലക്ഷം രൂപയുടെ കൃഷിനാശം അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. മാത്രമല്ല പിന്നെയും അതേപോലെ തന്നെ പ്രധാനപ്പെട്ടതായിരുന്നു കഴക്കൂട്ടം ആക്കുളം. അതൊരു പ്രധാന സംസ്ഥാന പാത കൂടിയാണ്. ആ പാതയിൽ വലിയ രീതിയിലുള്ള വെള്ളക്കെട്ടുണ്ടായി. കടകംപള്ളി സുരേന്ദ്രൻ MLA അടക്കമുള്ള ആളുകൾ, ജനപ്രതിനിധികൾ അവിടെ എത്തിക്കൊണ്ട് അവിടുത്തെ കാര്യങ്ങളെല്ലാം തന്നെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. അവിടെയും വെള്ളക്കെട്ട് പരിഹരിക്കാനുള്ള മാർഗ്ഗങ്ങളെല്ലാം തന്നെ വിവിധ അധികൃതർ ശ്രമിക്കുന്നുമുണ്ട്. മാത്രമല്ല ഞാനിപ്പം നിൽക്കുന്ന ഈ കടകളെല്ലാം തന്നെ ഇപ്പം ഈ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. ഇവിടെ എല്ലാം തന്നെ രാവിലെ വലിയ രീതിയിൽ വെള്ളം ഉണ്ടായിരുന്നു. രാവിലെ കട തുറക്കാൻ പറ്റിയായിരുന്നു? നാളെ കട തുറക്കാൻ പറ്റത്തില്ല. 10 മണിയാച്ചു. ലക്ഷക്കണക്കിൽ പൈസ മുടക്കിയിട്ട് നാളെ പമ്പർ നടക്കെടുപ്പ് ഒരുപാട് പൈസ അകത്തൊക്കെ വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു. ഫുള്ള് അകത്തുണ്ട്. ഇപ്പോഴാണ് വെള്ളം വൃത്തിയാക്കിയിട്ടുണ്ട്. ഫുള്ള് അകത്ത ഇതുവരെയ്ക്കും വെള്ളം ഒരടി വേണം. ലോട്ടറി വല്ലതും സാധനങ്ങളൊന്നും കിട്ടില്ല. കട തുറക്കാൻ പറ്റത്തില്ല. ഞാൻ രാവിലെ ഈ സ്ഥലത്തെല്ലാം തന്നെ വലിയ രീതിയിലുള്ള വെള്ളക്കെട്ടായിരുന്നു. ഈ ഏകദേശം ഈ കടയുടെ ഷട്ടറെല്ലാം നിൽക്കുന്ന ആ രീതിയിൽ തന്നെ വലിയ രീതിയിലുള്ള വെള്ളം നിലനിൽക്കുന്നുണ്ടായിരുന്നു. ഏതായാലും ആ മഴ മാറിയോടുകൂടി തന്നെ ആ വെള്ളമെല്ലാം തന്നെ ഇറങ്ങിയിട്ടുണ്ട്. മാത്രമല്ല ജില്ലാ ഭരണകൂടം നൽകുന്ന ചില നിർദ്ദേശങ്ങൾ, ഒരു മുന്നറിയിപ്പുകൾ ചിലതുകൂടി നൽകുന്നുണ്ട്. അതായത് പാലോട് മങ്കയം കല്ലാർ മീൻകുട്ടി വെള്ളച്ചാട്ടം അടച്ചിട്ടുണ്ട്. അവിടേക്ക് വിനോദസഞ്ചാരികൾ എത്തരുന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മാത്രമല്ല പൊന്മുടി ഇക്കോ ടൂറിസവും താൽക്കാലികമായി അടച്ചിട്ടുണ്ട്. ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകുന്നത് വരെ ടൂറിസം തുറക്കില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ വിവിധ രീതിയിലുള്ള മുന്നൊരുക്കങ്ങൾ കോർപ്പറേഷൻ്റെ ഭാഗത്തു നിന്നൊക്കെ എടുക്കുന്നുണ്ട്. ഏതായാലും ഈ രാവിലെ മുതൽ തുടർച്ചയായി പെയ്തുകൊണ്ടിരുന്ന മഴയ്ക്ക് ഇപ്പോൾ ഒരു നേരിയ ശമനം ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല നഗരപ്രദേശങ്ങളിൽ തമ്പാനൂരും കഴക്കൂട്ടത്തും ഒപ്പം ഈ കിഴക്കേക്കോട്ടയിലും ഒക്കെ ഉണ്ടായിരുന്ന വെള്ളക്കെട്ടിനും ചെറിയ രീതിയിലുള്ള ഒരു പരിഹാരമായി തുടങ്ങിയിട്ടുണ്ട്. ഒപ്പം തന്നെ കിഴക്കേക്കോട്ടയിലെ കരിമഠം കോളനിയിൽ രാവിലെ ഒരു വെള്ളക്കെട്ടുണ്ടായിരുന്നു. അത് ഇന്നിപ്പോൾ ശിവൻകുട്ടിയുടെ നേതൃത്വത്തിൽ നടന്ന ഉന്നതതല യോഗത്തിലും ആ കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന വെള്ളക്കെട്ടിൽ അത് പമ്പിംഗ് ഉപയോഗിച്ചിട്ട് അത് അവിടെ നിന്നും വെള്ളം മാറ്റാനുള്ള നടപടിക്രമങ്ങളും എടുത്തതായിട്ടും
ശിവൻകുട്ടിയുടെ നേതൃത്വത്തിൽ ചേർന്ന ഉന്നതതല യോഗത്തിൽ തീരുമാനമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ തുടർച്ചയായി പെയ്ത മഴയിൽ കാര്യമായ നാശനഷ്ടങ്ങളും ഒപ്പം തന്നെ ജനങ്ങൾക്കെല്ലാം വലിയ രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടുണ്ട്. അത് മാത്രമല്ല ഈ ഗതാഗതക്കുരുക്കും സ്കൂളുകൾക്കെല്ലാം തന്നെ അവധി പ്രഖ്യാപിച്ചിരുന്നെങ്കിൽ കൂടിയും നഗരത്തിലെല്ലാം തന്നെ വലിയ രീതിയിലുള്ള ഒരു ഗതാഗതക്കുരുക്കും രാവിലെ മുതൽ തന്നെ അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഏതായാലും ആ ഒരു ഗതാഗതക്കുരുക്കിനും ഒപ്പം തന്നെ മഴയ്ക്കൊക്കെ തന്നെ ചെറിയ രീതിയിലുള്ള ഒരു ശമനം വന്നിട്ടുണ്ട്. ദേവൻ MP ആണ് വിവരങ്ങൾ നൽകിയത്.